നമസ്കാരം. പാകിസ്ഥാനുമായി ഇന്ത്യ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയാൽ ലോകരാജ്യങ്ങൾ എവിടെ നിൽക്കും? പാകിസ്ഥാനൊപ്പം അണിചേരാൻ സാധ്യതയുള്ളത് 3 രാജ്യങ്ങളാണ്: ചൈന, തുർക്കി, അസർബൈജാൻ എന്നിവ. പാകിസ്ഥാന്റെ അഭിമാനം സംരക്ഷിക്കുമെന്നും ഏതു തരത്തിലും പിന്തുണയ്ക്കുമെന്നും ചൈന പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാനും സൗദി അറേബ്യയും പഹൽഗാമിന് ശേഷം ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരുപോലെ വിളിച്ച രാഷ്ട്രങ്ങളാണ്. 2 രാഷ്ട്രങ്ങളോടും സംയമനം പാലിക്കണം എന്നായിരുന്നു ഇറാന്റെ അഭ്യർത്ഥന. ഇന്ത്യയുടെ എക്കാലത്തെയും മിത്രമായ റഷ്യ, ഇപ്പോൾ പാകിസ്ഥാനുമായി അടുപ്പമില്ലാത്ത അമേരിക്കയും യൂറോപ്പും, ഒരു കാലത്ത് പാകിസ്ഥാനെ സഹായിച്ചിരുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾ, ഇവയെല്ലാം എവിടെ നിൽക്കും? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇന്ത്യക്കൊപ്പം ഏതൊക്കെ ലോകരാഷ്ട്രങ്ങൾ? ചൈന പാകിസ്ഥാനൊപ്പം നിൽക്കുമ്പോൾ റഷ്യ ഇന്ത്യയെ പിന്തുണയ്ക്കുമോ? ഈ സംഘർഷാവസ്ഥ ഉയർത്തുന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ്. കഴിഞ്ഞ ദശകങ്ങളിൽ ആഗോള വിഷയങ്ങളിലെല്ലാം ചൈനയും റഷ്യയും ഒന്നിച്ചായിരുന്നു. പക്ഷേ നെഹ്റുവിയൻ കാലം മുതൽ സോവിയറ്റ് യൂണിയനും പിന്നീട് റഷ്യയും ഇന്ത്യക്കൊപ്പമായിരുന്നു. ഇന്ത്യക്ക് സാങ്കേതികവും സായുധവുമായ സഹായങ്ങൾ എത്തിച്ചു നൽകിയിരുന്നത് റഷ്യയാണ്. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അവിടെ നിന്ന് എണ്ണ വാങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. ചൈനയുമായി ഉള്ളതിനേക്കാൾ ചരിത്രപരമായ ബന്ധം റഷ്യയ്ക്ക് ഇന്ത്യയുമായുണ്ട്. എന്നാൽ ഷീ ജിൻപിങ്ങും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ആത്മബന്ധം റഷ്യയുടെ തീരുമാനത്തെ സ്വാധീനിക്കുമോ എന്നാണ് അറിയാനുള്ളത്. പാകിസ്ഥാന്റെ ഒരു കാലത്തെ ഏറ്റവും വലിയ ബന്ധുവായിരുന്നു അമേരിക്ക. ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുമ്പോൾ പാകിസ്ഥാന് നിർലോഭം അവ നൽകിയത് അമേരിക്കയാണ്. എന്നാൽ അഫ്ഗാനിൽ നിന്ന് അമേരിക്ക മടങ്ങിയ ശേഷം പാകിസ്ഥാനുമായി പഴയ ഇഴയെടുപ്പമില്ല. പാകിസ്ഥാൻ ചൈനയുമായി ചേർന്ന് പട്ടുപാതയ്ക്ക് നീക്കം തുടങ്ങിയപ്പോഴാണ് അകലാൻ തുടങ്ങിയത്. അമേരിക്ക എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും ഉണ്ടാകും. ഈ രാഷ്ട്രങ്ങളുടെ മുഖ്യ ശത്രുവായ ചൈന പാകിസ്ഥാനൊപ്പം അണിനിരന്നാൽ നിഷ്പക്ഷ നിലപാട് മാറുകയും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്ക ഇന്ത്യക്കൊപ്പമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. ഇന്ത്യ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റാൻഡ് ടുഗദർ അഗെയിൻസ്റ്റ് ടെറർ എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. പ്രൈം മിനിസ്റ്റർ മോഡി ആൻഡ് ദ ഇൻക്രെഡിബിൾ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവ് അവർ ഫുൾ സപ്പോർട്ട് ആൻഡ് ഡീപ്പസ്റ്റ് സിംപതീസ് എന്ന വാചകം ഒരു ദുരന്ത മുഖത്തെ പതിവ് ചേർത്ത് നിർത്തൽ മാത്രവുമാകാം. എന്നാൽ അമേരിക്കയുടെ പിന്തുണ ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രസ്താവനയിൽ കഴിഞ്ഞില്ല. അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡ് പ്രധാനമന്ത്രിക്ക് അയച്ച മെയിലുണ്ട്. അതിൽ പറയുന്ന വാചകം ശ്രദ്ധേയമാണ്. വി ആർ വിത്ത് യു ആൻഡ് സപ്പോർട്ട് യു ആസ് യു ഹണ്ട് ഡൗൺ ദോസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഹീനിയസ് അറ്റാക്ക്. ഈ ക്രൂരമായ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ വേട്ടയാടുമ്പോൾ നിങ്ങൾക്കൊപ്പം നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും എന്നാണ് ഗബ്ബാർഡിന്റെ കത്ത്. പാകിസ്ഥാനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇന്ത്യ ആരോപിച്ച ശേഷം വന്നതാണ് ഈ കത്ത്. ഇതിനൊപ്പം തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകിയതും ചേർത്ത് വായിക്കണം. എന്നാൽ ഇങ്ങനെയൊക്കെ ഊഹിക്കുമ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ട്രംപ് ഒന്നും തെളിച്ചു പറഞ്ഞില്ല. ഇന്ത്യ അടുത്ത സുഹൃത്താണ്, പാകിസ്ഥാനും അടുത്ത സുഹൃത്താണ്. കശ്മീരിൽ 1000 വർഷമായി ഏറ്റുമുട്ടലുണ്ടെന്നും 1500 വർഷമായി അതിർത്തിയിൽ സംഘർഷമുണ്ടെന്നും ട്രംപ് പറഞ്ഞതോടെ ഒരു കാര്യം വ്യക്തമായി: ഒരു നിലപാടും സ്വീകരിക്കാതെ അപ്പോൾ നാവിൽ വന്നത് പറയുകയായിരുന്നു എന്ന്. ഇന്ത്യയും പാകിസ്ഥാനും പിറന്നത് 1947 ആണെന്ന് പോലും ആലോചിക്കാതെ പറഞ്ഞ വാചകമാണ്. അതിനാൽ തന്നെ അമേരിക്കയുടെ ശരിക്കുള്ള നിലപാട് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അത്യാധുനിക യുദ്ധക്കപ്പലുകളുടെ കൂട്ടമായ മിൽജം ആണ് തുർക്കി പാകിസ്ഥാന് നൽകിയത്. പടക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും ഡിസ്ട്രോയറുകളുമെല്ലാം അടങ്ങിയതാണ് ഈ നാവിക സംവിധാനം. മാത്രമല്ല, കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച രാഷ്ട്രവുമാണ് തുർക്കി. 2020 കരാബാക്ക് യുദ്ധത്തിൽ അസർബൈജാന് സായുധ സഹായം നൽകിയത് തുർക്കിയാണ്. തുർക്കി പറയുന്നിടത്ത് നിൽക്കുക എന്ന നിലപാടാണ് അസർബൈജാൻ പിന്നീട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളതും. പാകിസ്ഥാന്റെ ഈ കൂട്ടുകെട്ടുകളെല്ലാം അമേരിക്കയെ കൂടുതൽ അകറ്റി എന്ന് കരുതുന്നവരാണ് നയതന്ത്ര വിദഗ്ധർ. പഹൽഗാം ആക്രമണത്തിന്റെ ആസൂത്രകരും സംഘാടകരും കനത്ത ശിക്ഷ അർഹിക്കുന്നു എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യക്ക് എഴുതിയത്. ചൈനയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് റഷ്യയെങ്കിലും പാകിസ്ഥാനൊപ്പം നിൽക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യതകളില്ല. മാത്രമല്ല,
പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് റഷ്യ സ്വന്തം പൗരന്മാർക്ക് നിർദ്ദേശവും നൽകി. ജപ്പാൻ നിഷ്പക്ഷത പാലിക്കാനാണ് കൂടുതൽ സാധ്യതയെങ്കിലും ചായ്വും അനുകമ്പയും ഇന്ത്യയോടാണ് എന്ന് കരുതുന്നവരാണ് നയതന്ത്ര വിദഗ്ധരിൽ ഏറെയും. പാകിസ്ഥാന്റെ തൊട്ടയൽവക്കമായ അഫ്ഗാനിസ്ഥാൻ എവിടെ നിൽക്കും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സമീപകാലത്ത് പാകിസ്ഥാനുമായി ഏറ്റുമുട്ടലിന്റെ പാതയിലാണ് അഫ്ഗാനിസ്ഥാൻ. ഇരു രാജ്യങ്ങളും പരസ്പരം അതിർത്തി കടന്ന് ആക്രമിക്കുകയും ചെയ്തു. പക്ഷേ അടിയന്തര ഘട്ടത്തിൽ പഴയ മിത്രമായ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം കൈവെടിയുമോ എന്നാണ് ചോദ്യം. യൂറോപ്യൻ യൂണിയൻ കമ്മീഷന്റെ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയൻ അസന്നിഗ്ധമായി ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. യൂറോപ്പ് വിൽ സ്റ്റാൻഡ് വിത്ത് ഇന്ത്യ എന്ന് തെളിച്ചു പറയുകയും ചെയ്തു. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത ലോക നേതാക്കളാണ്. ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായ പിന്തുണ വന്നത് ഇസ്രയേലിൽ നിന്നാണ്. ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്നും ഭീകരതയെ തുടച്ചു നീക്കുമെന്നുമാണ് ഇസ്രയേൽ അയച്ച സന്ദേശം. മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചത്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുമായി വ്യാപാര ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ. അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച കാലത്ത് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുകയും ഇറാന് ഗോതമ്പ് നൽകുകയും ചെയ്തത് ഇന്ത്യയാണ്. മധ്യസ്ഥതയേക്കാൾ ഇന്ത്യ ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് പിന്തുണയാണ്. ഇന്ത്യയോട് ഏറ്റുമുട്ടുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന് കരുതുന്നവരാണ് പാകിസ്ഥാനിലെ ഭരണകൂടവും സൈന്യവും. എന്നാൽ പൂർണ്ണ യുദ്ധമായി മാറിയാൽ ഗതി എന്താകും എന്ന ആശങ്ക പാക് സൈന്യത്തിനും സർക്കാരിനുമുണ്ട്. ചൈന പൂർണ്ണമായും പാകിസ്ഥാനൊപ്പം എന്ന് പ്രഖ്യാപിച്ചാൽ അമേരിക്കയും യൂറോപ്പും ഇന്ത്യക്കൊപ്പം തന്നെ നിലയുറപ്പിക്കും. അമേരിക്കയും യൂറോപ്പും നിൽക്കുന്നിടത്തേക്ക് പിന്നെ റഷ്യ വന്നു ചേരുമോ എന്നതാണ് സംശയം. വിഷയം സങ്കീർണമാണ്. യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ലോകക്രമം തന്നെ മറിയാനും മതി. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.